നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. തണ്ണിമത്തൻ നടൽ ഉദ്ഘാടനം. കാട്ടാക്കട പഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് ജൈവ കർഷകനായ ജസ്റ്റിൻ രാജിന്റെ കൃഷിയിടത്തിൽ ആരംഭിക്കുന്ന തണ്ണിമത്തൻ കൃഷിയിടത്തിന്റെ നടൽ IB സതീഷ് MLA ഉദ്ഘാടനം ചെയ്തു. മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ജൈവസമൃദ്ധി പദ്ധതിയുടെ ഭാഗമാണിത്. കാട്ടാക്കട പഞ്ചായത്ത് പ്രസിഡന്റ് VJ സുനിത, വൈസ് പ്രസിഡന്റ് K സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S വിജയകുമാർ, പഞ്ചായത്ത് അംഗങ്ങൾ ലാവണ്യ, കിരൺകുമാർ, നിതീഷ് കുമാർ, TS ശ്രീരേഖ, കൃഷി വകുപ്പ് ജീവനക്കാർ എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിൽ 30 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി. കാട്ടാക്കട പഞ്ചായത്തിൽ മാത്രം 7 ഏക്കറിൽ കൃഷി ആരംഭിക്കുന്നു. കാട്ടാക്കട മണ്ഡലത്തിൽ നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ പദ്ധതിക്ക് ശേഷം ആരംഭിച്ച പരിപാടിയാണ് വ്യാപകമായ തണ്ണിമത്തൻ കൃഷി. കഴിഞ്ഞ വർഷം 27 ഏക്കറിലാണ് കാട്ടാക്കട മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലായി തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. വേനൽക്കാലത്ത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തണ്ണിമത്തൻ, അതിൻ്റെ കൃഷിരീതി, വിഷപ്രയോഗം, അതിൽ നിന്നെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. അതോടൊപ്പം കാർബൺ ന്യൂട്രൽ കാട്ടാക്കട പദ്ധതിയുടെ ഭാഗമായി പരമാവധി പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കുക, അതോടൊപ്പം വിവിധ കൃഷിരീതികൾ ആരംഭിക്കുക എന്നതാണ് നമ്മുടെ മണ്ഡലത്തിൽ സ്വീകരിക്കുന്ന സമീപനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും തണ്ണിമത്തൻ കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഇന്നിപ്പോൾ കാട്ടാക്കട പഞ്ചായത്തിൽ ഈ മുളിയൂർക്കുളം പ്രദേശത്താണ് കൃഷി ആരംഭിക്കുന്നത്. ബഹുമാനിയായ പ്രസിഡൻറ്റും കൃഷി ഓഫീസറും പറഞ്ഞതനുസരിച്ച് നമ്മുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൽ മാത്രം 7 ഏക്കറിലാണ്. ഇത്തവണ 50 ഏക്കറിലെങ്കിലും തണ്ണിമത്തൻ കൃഷി സാധ്യമാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി ഏറ്റെടുക്കാൻ, വിജയിപ്പിക്കാൻ പൊതുസമൂഹം തയ്യാറാവണം എന്നാണ്. വരാൻ പോകുന്നത് കടുത്ത വേനൽക്കാലമാണ്. ആ വേനൽക്കാലത്ത് തണ്ണിമത്തൻ യഥേഷ്ടം കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യം നമുക്ക് കൈവരിക്കാനാവും. ഇവിടെ കാട്ടാക്കട കൃഷി ഓഫീസറാണ്, പേര് അനില. ബഹുമാനപ്പെട്ട MLAയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് നമ്മൾ ഈ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി ചർച്ച ചെയ്തപ്പോൾ അവർ പൂർണ്ണ പിന്തുണയാണ് നമുക്ക് തന്നത്. ഉടൻ തന്നെ ഫണ്ട് അനുവദിക്കുകയും ഞങ്ങൾ മുന്തിയ ഇനം ഹൈബ്രിഡ് വിത്ത് ഇറക്കി നമ്മുടെ കർഷകർക്ക് വിതരണം ചെയ്തു. ഇതിനോടകം തന്നെ 7 ഏക്കറിലധികം കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA ഇന്ന് ഇവിടെ നമ്മുടെ മുളിയൂർ റോഡിലുള്ള ജസ്റ്റിൻ രാജിൻ്റെ കൃഷിയിടത്തിൽ വിത്ത് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. വരുന്ന കടുത്ത വേനലിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ തണ്ണിമത്തൻ കൃഷി പ്രോത്സാഹിപ്പിച്ച് ഇവിടെ തന്നെ മാക്സിമം ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ കാട്ടാക്കട കൃഷിഭവൻ ഈ തണ്ണിമത്തൻ കൃഷിക്ക് നേതൃത്വം നൽകുന്നു. 60 ദിവസം കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന മുന്തിയ ഇനം ഹൈബ്രിഡ് വിത്തുകളാണ് കൃഷിഭവൻ വഴി ഇവിടുത്തെ കർഷകർക്ക് വിതരണം ചെയ്തിരിക്കുന്നത്.